അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇതൊന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കണം. ഈ വർഷം മുഴുവൻ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവിത്രതയും കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലതൊക്കെ നമുക്ക് അറിയും എന്ന ധാരണയിൽ നമ്മൾ നിൽക്കുമെങ്കിലും പലപ്പോഴും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത്തരം ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. ഈ മുഹറം മാസം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്ന മാസം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നില്ലേ? വലിയ കടങ്ങളില്ലേ? എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ മുഹറം മാസത്തിൽ തന്നെ മോചനം ലഭിക്കും, നമുക്ക് രക്ഷ ലഭിക്കും. അത് അനുഭവമാണ്. എത്ര ആളുകൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നറിയോ? എത്ര അമ്പിയാക്കൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നറിയോ? ഇൻഷാ അല്ലാഹ് നിങ്ങളിത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എന്നും പറയുന്നത്, പലരും ബുക്ക് ചെയ്യാതെ വരുന്നതും നമുക്ക് നോക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നതും ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വരേണ്ടതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ലിങ്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് അറിയിക്കണം. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളോടൊക്കെ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വർഷം എന്ന് പറയുന്നത്, ഒരു വർഷം മാറുന്നതും വരുന്നതൊക്കെ അറബിക് കലണ്ടർ പ്രകാരമാണ്, ഹിജ്രി കലണ്ടർ പ്രകാരമാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക വേണം. മനസ്സിലായില്ലേ? ഞാൻ വിഷയത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയണേ. അപ്പോൾ ഈ ഹിജ്രി കലണ്ടറാണ് എല്ലാം. ഇപ്പോൾ നിങ്ങൾ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3, അതേപോലെ തന്നെ ഒരു സഹോദരി ഇദ്ദ ഇരിക്കുന്ന കാലയളവ്, അവരുടെ മെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ ഏത് വിഷയങ്ങൾ നോക്കിയാലും എല്ലാം പരിഗണിക്കുന്നത് അറബിക് കലണ്ടർ പ്രകാരമാണ്. ഏത് വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെ കണക്കാക്കുന്ന അങ്ങനെ തന്നെ. മുഹറം 10 നമ്മൾ കണക്കാക്കുന്നു, ഒക്കെ മുഹറാണ് അല്ലേ? എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ നോമ്പും കാര്യങ്ങളും നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങളൊക്കെ ഹിജ്രി കലണ്ടർ, അറബിക് കലണ്ടർ പ്രകാരമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം എന്തായാലും വേണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് 2026 നമുക്കൊക്കെ അറിയാം ഇംഗ്ലീഷ് പ്രകാരം. അറബിക് പ്രകാരം അത് എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഞാനിതിൻ്റെ ശരിയായ ഉത്തരം ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും. നിങ്ങൾക്കറിയുന്നവർ നിങ്ങളൊന്ന് എഴുതി അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് അത് കൃത്യമാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് അവരും കൂടെ അത് പഠിക്കട്ടെ. ഇത് എത്രാമത്തെ വർഷം പൂർത്തിയായി, ഇതിപ്പോൾ എത്രാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അസ്തമിച്ച് കേരളത്തിൽ മാസപ്പിറവി കണ്ടത് ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ചയാണ് നമുക്ക് മുഹറം 1 ആയിട്ടുള്ളത്. ഇന്ന് മാസം 3 അല്ലാഹു തആല പുതിയ വർഷം ഖൈറിൻ്റെയും സലാമത്തിൻ്റെയും വർഷമാക്കിയിട്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആഫത്തുകളും മുസീബത്തുകളും അപകടങ്ങളും ഇല്ലാത്ത നല്ലൊരു വർഷമാക്കിയിട്ട് അള്ളാഹു നമുക്ക് ഈ വർഷം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഹറം 9, 10 എന്നാണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്നാണ് മുഹറം 9, എന്നാണ് മുഹറം 10? വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അറബ് മാസങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വങ്ങളും സംബന്ധിച്ച് പൊതുവേ നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ മുഹറം മാസം അള്ളാഹുവും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങേയറ്റം ആദരിച്ച പവിത്രമേറിയ മാസമാണ്. വിശുദ്ധ ഖുർആൻ ആദ്യം എടുത്തു നോക്കുക നിങ്ങൾ. ഖുർആനിലെ 4 മാസങ്ങൾ പവിത്രമാണെന്ന് കാണാം. അതിൽ 1ാമത്തെ മാസം മുഹറം മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആയത്തിൽ കാണാം. ഞാൻ ആയത്തൊന്നും ഓതുന്നില്ല, പെട്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ പോവാണ്. ഇനി ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിമിലൊക്കെ ഈ ഹദീസ് കാണാം റളിയല്ലാഹു അൻഹു. എന്താണ് ഹദീസ് ഉള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസമാണ്.
അപ്പോൾ നോക്കൂ മുഹറം മാസത്തിൻ്റെ പവിത്രത. അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. ഈ ഹദീസിൽ രണ്ടു കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്, റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് മുഹറം മാസമാണ് എന്നുള്ളത്. രണ്ടാമത്തെ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാൻ്റെ മാസമായ മുഹറം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തിനെ ചേർത്തി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനത്രയും വലിയ ബഹുമാനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, കഅബയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം, അത് ബൈത്തുള്ളയാണ്. ബൈത്തുള്ള അള്ളാൻ്റെ ഭവനം. കഅബ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഭവനം, അതാണ്. അപ്പോൾ കഅബ അള്ളാഹിലേക്ക് ചേർത്തി പറഞ്ഞു. അതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ഒരാൾക്കും തകർക്കാൻ കഴിയൂല, അതിൽ ഒരാളും പരാജയപ്പെടൂല, അത് ഓന് വലിയ ബറക്കത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുഹറം മാസം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു, അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വലിയ ബറക്കത്ത് കിട്ടും, അതിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, അതിൽ നമ്മൾ പരാജയപ്പെടൂല. ആ മാസത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കേണ്ട രൂപത്തിൽ ജീവിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ് അതിനർത്ഥം. അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? നോക്കൂ നിങ്ങൾ, ബൈത്തുള്ള എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാണ് കഅബ, അല്ലേ? ഈ കഅബയെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു എന്നാണല്ലോ അതിനർത്ഥം. എന്നാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ കഅബയെ പിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല, അതിനിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതെന്താ? കാരണം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കഅബയെ തകർക്കാൻ വേണ്ടിയിട്ട് ആനപ്പടയുമായി അബ്രഹത്ത് വരികയുണ്ടായി. നമുക്കൊക്കെ അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. അങ്ങനെ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയുടെ ഒരു തരി പോലും അബ്രഹത്തിനെയും സംഘത്തെയും ആനപ്പടയെയും കാണിക്കാതെ അള്ളാഹു നശിപ്പിച്ചു. എന്താ കാരണം? നാമാവശേഷമാക്കി. എന്താ കാരണം? അള്ളാഹു ബഹുമാനിച്ചു ആദരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. അള്ളാഹു ബഹുമാനിച്ചു ആദരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട്. അതാണല്ലോ വിശുദ്ധ ഖുർആനിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു അതിനെ ആദരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾക്കും തകർക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ കുരുവികളെ കൊണ്ട്, പക്ഷികളെ കൊണ്ടാണ് ആ ആനപ്പടയെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. എന്തേ കാരണം? അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഒരു കാര്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിന് വലിയ മഹത്വമുണ്ട്, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. മുഹറം മാസം അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട് നൽകപ്പെട്ടിരുന്നത് എന്താ? ഒട്ടകത്തെയായിരുന്നു നൽകപ്പെട്ടിരുന്നത്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒട്ടകം നാഖത്തുള്ള, അള്ളാൻ്റെ ഒട്ടകം എന്നാണ് അതിനെ വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചത്. ആ ഒട്ടകവുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം. അള്ളാഹു വലിയ ആദരവ് നൽകി, ഒട്ടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരെ അള്ളാഹു തകർത്തെറിഞ്ഞു. ചരിത്രം മനസ്സിലാക്കിയവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു ഒരു കാര്യത്തിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ അതിനെ ആർക്കും തകർക്കാൻ കഴിയൂല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ മുഹറം മാസം എന്ന് പറയുന്നത്. അള്ളാഹു ബഹുമാനിച്ചതാണ്. ഇതിൻ്റെ ക്യാമറ ചില പ്രശ്നം കൊണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണേ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിനെ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ നല്ല രൂപത്തിൽ ആദരിച്ച് ഇബാദത്തിലായിട്ട് നടന്നാൽ തീർച്ചയായും നമുക്കും അതിൽ വലിയ രക്ഷ ലഭിക്കും, നമുക്കും വലിയ സമാധാനം ലഭിക്കും. എത്രയോ അമ്പിയാക്കൾക്ക്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ചശക്തി തിരിച്ചു ലഭിച്ചു. ഇങ്ങനെ തുടങ്ങി എത്ര വലിയ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ മുഹറം 10 അള്ളാഹു നൽകിയതാണ്. എന്തേ കാരണം? അള്ളാഹു ബഹുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിച്ചാൽ നമുക്ക് വലിയ രക്ഷ കിട്ടും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, ദീനിനെ സഹായിച്ചാൽ, അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചാൽ, ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾക്ക് അള്ളാഹു ഉറപ്പ് നൽകും,
സ്ഥിരപ്പെടുത്തും. ഒരാൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയൂല. ഹദീസിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഹ്ഫളില്ലാഹ യഹ്ഫൾക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കും. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായി ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.